നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് അനാവശ്യ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ അനാവശ്യ ഫോട്ടോസ് നിങ്ങൾ സൈറ്റിൽ കയറി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ചെയ്തു വെക്കേണ്ട 2 സെറ്റിങ്സ് ഉണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളത് മസ്റ്റായിട്ട്, അതായത് നിങ്ങൾ സൈറ്റിൽ കയറുന്ന ആ സമയത്ത് നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് അവർ ട്രാക്ക് ചെയ്യാതിരിക്കാനും, അത് ക്രോം ബ്രൗസറിൽ തന്നെ അതിൻ്റെ സെറ്റിങ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് അത് ഓൺ ആക്കേണ്ടത്, ഓൺ ആക്കാതിരിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട് പരസ്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്നത് തടയാനും വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റിങ്സ് മസ്റ്റ് ചെയ്ത്. അത് ക്രോം ബ്രൗസർ തന്നെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് ആ 2 സെറ്റിങ്സ് ഏതാണ്, അത് മാത്രമല്ല പിന്നെ അത്തരത്തിലൊരു വീഡിയോ കാണാനുള്ള ഒരു പ്രൊമോഷനൊന്നും കാര്യങ്ങളൊന്നും അല്ല. നിങ്ങളുടെ ഡാറ്റ സേഫ് ആക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റിങ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും സെൻഡ് എ ഡോ നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് ഓഫ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇത് എടുത്തിട്ട് ഓണാക്കാൻ ആരും മറക്കരുത്. കാരണം നിങ്ങൾ ഏതെങ്കിലും സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഡാറ്റ ഉപയോഗിച്ച് ആർക്കും ട്രാക്ക് ചെയ്യാതിരിക്കാൻ അത് മസ്റ്റായിട്ട് ഈ ഒരു ക്രോം ബ്രൗസർ എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡാറ്റ സേഫ് ആക്കാൻ ഈ ക്രോം ബ്രൗസർ പറഞ്ഞ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ മസ്റ്റായിട്ട് എനേബിൾ ആക്കണം. എന്നിട്ട് നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം കുറച്ച് താഴെ സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും സെക്യൂരിറ്റിയും പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് സേഫ് ബ്രൗസറിയും പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല മൊബൈൽ ഫോണും ഒന്നാമത് ചിലപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ നോ പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. നിങ്ങളിവിടെ ചെയ്യേണ്ടത് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലേക്ക് മാറ്റി കൊടുക്കണം. കാരണം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സൈറ്റിലേക്കല്ലാതെ അതൊരു ഹാക്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന സൈറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ എനേബിൾ ആക്കേണ്ടത്. ഈ മസ്റ്റായിട്ട് ഈ 2 സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ആക്കിയതിന് ശേഷം ഒന്നുമില്ല, എങ്ങനെ എനേബിൾ ആക്കുക.